ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത് മൊണാസ്ട്രി ഓഫ് ക്രോസ് അല്ലെങ്കിൽ ക്രോസ് വാലി എന്നൊക്കെയാണ്. അതായത് കുരിശിൻ്റെ താഴ്വര എന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത്. അതായത് റോമൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ദി ഗ്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സ്ഥലം ഒരു പ്രാർത്ഥനാലയമായിട്ട് മാറ്റിയത്. അദ്ദേഹം പിന്നീട് AD 377 തൻ്റെ രാജ്യം ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് ശേഷം കാർട്ടിയൻ രാജാവായ മിറിയൻ മൂന്നാമന് ഈ സ്ഥലം നൽകി. ഇവിടെ ഒരു ക്യാമ്പസ് നിർമ്മിച്ചത് ആദ്യത്തെ ജോർജിയൻ ക്രിസ്ത്യൻ രാജാവായ മിറിയൻ ആയിരുന്നു. തീർത്ഥാടനത്തിനായിട്ട് അദ്ദേഹം ജെറുസലേം സന്ദർശിച്ചപ്പോൾ റോമൻ ചക്രവർത്തിയിൽ നിന്നും ഈ സമ്മാനം സ്വീകരിക്കുകയായിരുന്നു. റോമൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് ഈ സ്ഥലം കൊടുത്തത്. 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരിക്കാം ഇവിടെ ഒരു ബസിലിക്ക നിർമ്മിച്ചതെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട്. തുടർന്ന് വന്ന മുസ്ലിം കാലഘട്ടത്തിൽ 11-ാം നൂറ്റാണ്ടിൽ ബാഗ്രത്ത് 4-മൻ രാജാവിൻ്റെ ഭരണകാലത്ത് ജോർജിയൻ സന്യാസിയായിരുന്ന പൊക്കോറോസ് എബീരിയൻ ആണ് ഇവിടെ ഒരു മഠം പുതുക്കി പണിത്. ഈ ചെറിയൊരു എൻട്രൻസ് ആട്ടോ ഉള്ളൂ, ഇതിന് വേറെ എൻട്രൻസ് ഇല്ല. ഇതൊരു വലിയൊരു മൊണാസ്ട്രിയാണ്. ഏകദേശം 800 സന്യാസിമാരുടെ മേലെ താമസിച്ചുകൊണ്ടിരുന്നൊരു മൊണാസ്ട്രി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അധികം ആൾക്കാരില്ല. അന്ന് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ അത് ശ്രദ്ധിക്കണം, ഈ ഒരൊറ്റ എൻട്രൻസേ ഉള്ളൂ, വേറൊരു എൻട്രൻസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുമില്ല, എക്സിറ്റും ഇല്ല. എൻട്രൻസും ഇല്ല, എക്സിറ്റും ഇല്ല, ആ ഒരൊറ്റ എൻട്രൻസേ ഉള്ളൂ. അപ്പം അതിൻ്റെ ബാക്കി പറയാമേ. തുടർന്ന് വന്ന കുരിശുയുദ്ധ കാലഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന ഈ സമുച്ചയത്തിൻ്റെ ഭാഗങ്ങൾ ഈ കാണുന്ന ഒരു ഭാഗങ്ങളെല്ലാം പുനർനിർമ്മിച്ച് ഇവിടെ കുറേ കള്ളിമുൾ ചെടികളുടെ കുറേ വെറൈറ്റി ഉണ്ട്. കുറേ നമ്മൾ പുറത്തൊന്നും കാണാത്ത കുറേ ഫ്ലവേഴ്സും കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഈ മൊണാസ്ട്രി സാധാരണ മടക്കിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മഠങ്ങളിലൊക്കെ കുറേ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇവിടെയും കുറേ ഫലവൃക്ഷങ്ങളും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പലക തൂങ്ങിക്കിടക്കുന്നുണ്ടോ? ഈ പലക എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 800 പേരുടെ മേലെ സന്യാസികളും ഫാമിലിയായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള സമയം ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു ടിങ് ടിങ് ബെല്ല് മുഴക്കുന്നില്ലേ, അത് ഇവിടെ വെച്ചിട്ടായിരുന്നു, ഈ പലകയിൽ വെച്ചിട്ടായിരുന്നു ആ ബെല്ല് മുഴക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇതൊരു നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും, ഈ കട്ടകളുണ്ടല്ലോ, അതായത് ഓരോ സ്ട്രക്ചറിൻ്റെ ഓരോ രീതികൾ ഓരോ സ്ഥലത്തോട്ട് ചെല്ലും തോറും അതിൻ്റെ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും ഇതിനെ കുറേ നിർമ്മിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മൗലിക്കിൻ്റെ കാലഘട്ടത്തിൽ സുൽത്താൻ സെർബീരിയൻ ഭരണകാലത്ത് 1260-77 കാലഘട്ടത്തിൽ ബാഗ്ദാദ് നശിപ്പിച്ചത് ഇഗ്വാനൈറ്റ് മംഗോളിയക്കാരുടെ ചാരന്മാരാണെന്ന് ആരോപിച്ച് ഇവിടെയുള്ള സന്യാസി മതക്കാരെ മൗലിക് കാലഘട്ടത്തിൽ സുൽത്താൻ വധിച്ചിട്ടുണ്ടായിരുന്നു, അവർ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പള്ളിയുടെ ആ ബസിലിക്കേൻ്റെ ഉൾവശം. ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചുവർ ചിത്രങ്ങളിലെല്ലാം ഈ ജോർജീനിയൻ ലിപികളിലാണ് ചുവർ ചിത്രങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അവരുടെ ദൈവങ്ങളെക്കുറിച്ചും അങ്ങനത്തെ കുറേ ദൈവങ്ങളെക്കുറിച്ചല്ല, ബസിലിക്കേൻ്റെ ഓരോ എന്താ പറയുക, ഓരോരുത്തരുടെ ഇതൊക്കെയാണ് ലിഖിതങ്ങളൊക്കെ. കുറേ ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ എഴുതിയേക്കുന്ന ജോർജിയൻ ഭാഷയിലായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ കാലഘട്ടം മാറിയതിനനുസരിച്ച് അത് ഗ്രീക്ക് ലിഖിതങ്ങളായി മാറിയായിരുന്നു. പിന്നെയും ബസിലിക്ക ജോർജിയൻ ഭരണകൂടത്തിൽ കീഴിൽ വന്നപ്പം പിന്നെയും അത് ജോർജിയൻ ലിഖിതങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയ കുറേ അറകളുണ്ട് കേട്ടോ. ഈ അറകളിനുള്ളിൽ അത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇവർ കുരിശ് കാണാം. നിങ്ങൾക്ക് ഇരുട്ടായതുകൊണ്ട് എക്സാക്ട്ലി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ കുരിശുണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മുടെ വിശുദ്ധ കുരിശിൻ്റെ മരം ഈ സ്ഥലത്തായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചരിത്രം കൂടി ഇവിടെ ഉണ്ട്. അതായത് 1460 ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ വിശുദ്ധ കുരിശ് 1460 1480 തുടക്കത്തിൽ ഹെലിക്കസ് ഫാബ്രി ഇതിനെക്കുറിച്ച് വിവരിച്ചത് ഈ പള്ളിയിൽ എത്തിയ സമയത്ത് ഇതിനോട് ചേർന്ന ചെറിയ ആശ്രമവും അതിന് ജോർജിയൻ സന്യാസികളും അവരുടെ ഫാമിലിയോടൊപ്പം, അതായത് കുടുംബത്തോടൊപ്പമായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നതെന്നും പള്ളിയിൽ പ്രവേശിച്ച സ്ഥലത്ത് അവിടെ ഉയർന്ന ഒരു ബലിപീഠത്തിൻ്റെ അവിടെ, അതായത് ഉയർന്ന നമ്മൾ കണ്ട പള്ളീൻ്റെ ആ ബലിപീഠത്തിൻ്റെ അവിടെ ആയിരുന്നു വിശുദ്ധ കുരിശിൻ്റെ വൃക്ഷം, അതായത് യേശുവിനെ കുരിശിൽ തറച്ച വൃക്ഷം
ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് ആ ഒരു ഭാഗത്തായിരുന്നു. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ അറകളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനായിരുന്നു ഇത്രയും ചെറിയ അറകൾ? ചിലപ്പോൾ അന്നത്തെ കാലത്ത് പറഞ്ഞില്ലേ 800ഓളം ഫാമിലി ജോർജിയൻ സന്യാസിമാരുടെ ഫാമിലി താമസിച്ചുകൊണ്ടിരുന്ന സമയമായത് ആ സമയത്ത് ഉണ്ടായിരുന്ന അവർക്ക് താമസിക്കാനുണ്ടായിരുന്ന സ്ഥലമായിരിക്കണം. ചെറിയ ചെറിയ അറകൾ പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി എന്താ പറയുക ഉള്ളിലോട്ട് ഇരുട്ടാണ് ഫുള്ള്. എനിക്കൊന്ന് ഇപ്പം ഇവിടെ കുറച്ച് പേരെ താമസിക്കുന്നുള്ളൂ, കുറച്ച് സന്യാസിമാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ച് കുറച്ച് സ്ഥലം മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് 1305 സുൽത്താൻ അൽ നാസർ മുഹമ്മദും ആൻഡ്രോണിക്കോസ് രണ്ടാമൻ്റെ പിന്തുണയോടെയാണ് ജോർജിയയിലെ രാജാവ് അംബാസിഡർ ആശ്രമം തിരിച്ചു പിടിക്കുന്നത്. ഈ ഭാഗം മൗലിക്കിൻ്റെ കാലഘട്ടത്തിൽ അവരത് പിടിച്ചെടുത്തായിരുന്നു. അതിനുശേഷം 1305 ഇത് ജോർജിയൻ രാജാവ് വീണ്ടും അവർ പിടിച്ചെടുക്കുന്നത്. ഓട്ടോമൻ സുൽത്താൻ്റെ കാലത്ത്, അതായത് ഏകദേശം 1685 കനത്ത കടബാധ്യത കാരണം ജോർജിയക്കാർ ഈ സ്ഥലം ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയർക്കീസ് ദോസിയോത്തിയോസ് രണ്ടാമന് വിറ്റു. അതായത് ഓർത്തഡോക്സുകാർക്ക് ഈ സ്ഥലം ജോർജിയക്കാർ ഈ സ്ഥലം വിറ്റു. നിലവിൽ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയർക്കീസിൻ്റെ സന്യാസിമാരുടെ കീഴിലാണ് ഈ ആശ്രമം ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ചെറിയ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, അന്നത്തെ കാലത്ത് നിർമ്മിച്ച ഒരു എന്താ പറയുക, ആ കല്ലുകളും എന്തൊക്കെയോ അവിടുന്ന് കിട്ടിയ പുരാവസ്തുക്കളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കുറേ അറകളുണ്ട് കേട്ടോ, ഇരുട്ടറകൾ, ഉള്ളിലോട്ട് കുറേ ഇരുട്ടറകളുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാകും. കാരണം ഇവിടെ ഒന്നും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് വല്ല പാമ്പോ കാര്യങ്ങളോ ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. എനിക്കൊന്ന് യുദ്ധത്തിനെയൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവരിങ്ങനെ അണ്ടർഗ്രൗണ്ടിലോട്ടൊക്കെ റൂം പണിതിട്ടിങ്ങനെ. കുറേ കാലഘട്ടത്തിലേക്ക് കൂടെ കടന്നു വന്നവരാണല്ലോ. അത് റോമൻ കാലഘട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മുസ്ലിം കാലഘട്ടം ഉണ്ടായിരുന്നു, കുരിശുദ്ധ കാലഘട്ടം ഉണ്ടായിരുന്നു, മൗലിക്കിൻ്റെ കാലഘട്ടം, പിന്നെ ഓട്ടോമാൻ സുൽത്താൻ്റെ കാലഘട്ടം. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരിങ്ങനെ പിടിച്ചടക്കി വന്നപ്പം ആ ഒരു സമയത്തൊക്കെ എന്താ പറയുക താമസിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലോട്ട് ചെറിയ ഇതൊക്കെ പണിത് ഇങ്ങനെ വെച്ചെന്ന് തോന്നുന്നു, രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ കയറി വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതിനാകെ എൻട്രൻസും എക്സിറ്റും ആയിട്ട് ഒറ്റ വാതിൽ, ഒരു കുഞ്ഞു വാതിൽ. നമ്മൾ ചില രാജാക്കന്മാരുടെ മറ്റേ ഇതിലോട്ട് രാജകൊട്ടാരത്തിലോട്ട് കടന്ന് ചെല്ലുമ്പോൾ ഏതൊരു രാജാവ് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു, വാതിൽ ചെറുതാക്കി കഴിഞ്ഞാൽ തല കുനിച്ച് മാത്രമേ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ആര് വന്നാലും എന്നെ സന്ദർശിക്കാൻ ആര് വന്നാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ചെറിയതായിട്ട് വാതിൽ വളരെ ചെറുതാണ്, നമുക്കിന്ന് തല കുനിഞ്ഞ് ഉള്ളിൽ കൂടെ കയറേണ്ട പര്യത്തിനൊരു എൻട്രൻസും എക്സിറ്റും, അതായത് ഒറ്റ എൻട്രൻസും ഒറ്റ എക്സിറ്റും, ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു ബിൽഡിങ്, എനിക്കൊന്ന് 800 പേരും 800 സന്യാസിമാരും അവരുടെ കുടുംബം ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. നമ്മൾ ഈ മണിച്ചിത്രത്താഴിൽ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പെട്ട ഒരവസ്ഥ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എവിടെ എക്സിറ്റ് എന്ന് എനിക്ക് മനസ്സിലാവാണ്ട് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം ഒരൊറ്റ എക്സിറ്റേ ഉള്ളൂ, വേറെ വഴിയൊന്നും കാണുന്നുമില്ല ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതൊരു അബദ്ധമായിരുന്നു എനിക്ക് പറ്റിയത്. പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത്രയും പഴക്കമുള്ളൊരു ബിൽഡിങ് കാണാൻ പറ്റിയത് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വന്ന സമയത്ത് കുറേ 2-3 അച്ഛന്മാരാണെന്ന് തോന്നുന്നു ഇവിടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയർക്കീസിൻ്റെ സന്യാസിമാരുടെയാണ് ഈ ആശ്രമം ഇപ്പോൾ ഉള്ളത്. അപ്പം അവരുടെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടായിരുന്നു. ഈ ഒരു വരാന്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറഞ്ഞാൽ, മണിച്ചിത്രത്താഴിലെ വെച്ച് ഞാൻ ലാസ്റ്റ് ശ്രീദേവി ഓടി വരുന്നൊരു സീനുണ്ടല്ലോ, ആ സീനിലെ ആ ഒരു എന്താ പറയുക ജനൽ പോലെ ആ ഒരു ഇടനാഴി ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നി. നല്ല രസമുണ്ട് കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഈ കട്ട കണ്ടാൽ നമുക്ക് മനസ്സിലായി ഈ ഇടയ്ക്ക് അങ്ങാണ്ട് പൊളിഞ്ഞു പോയിട്ട് അങ്ങാണ്ട് ബിൽഡിങ് എക്സ്ട്രാ പണിതാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു രൂപത്തിലുണ്ട് കട്ട കേട്ടോ. പക്ഷേ ഇത് കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ട്രക്ചർ ഇങ്ങനെ പണിത് വെച്ചേക്കുന്നതായിരിക്കും. ഇവിടെ അങ്ങനെ അധികം ആൾതാമസമൊന്നുമില്ല, പക്ഷെ ക്ലീനായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ ഉണ്ടോ, ഇതൊക്കെ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ താമസം ഉണ്ടാവുമായിരിക്കും. പിന്നെ ഞാൻ വന്നപ്പോൾ നോക്കുമ്പോൾ ചെറിയ 2-3 ലവ് ബേർഡ്സ്, കുഞ്ഞ് 2 ലവ് ബേർഡ്സ് ഇവിടെ അച്ഛന്മാർ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം അങ്ങനെ ലവ് ബേർഡ്സിനെ കണ്ടിട്ടില്ല ഇങ്ങനെ വളർത്തിയിട്ട്. അതൊരു ചെറിയ കേജ് കിട്ടും, അതിനൊന്നും പറക്കാൻ പറ്റാത്ത രീതിയിലൊരു ചെറിയ കേജ്. കുറച്ചിങ്ങനെ വലിയതൊക്കെ ആയിരുന്നു. 2 പേരുണ്ട്, 2-3 പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുങ്ങളിങ്ങനെ എന്താ പറയുക, ഒന്ന് പറക്കാനോ ചിറകൊന്ന് വിടർത്താൻ പോലും സ്ഥലമില്ലാത്തൊരു രൂപത്തിൽ. പക്ഷേ ഇവിടെ ഈ ആശ്രമത്തിലുള്ള തുളസി ഉണ്ടോ, കൃഷ്ണ തുളസി പോലത്തെ എന്തോ സംഭവം കേട്ടോ അത്. ഈ ആശ്രമത്തിൽ കുറേ പൂക്കളും കായ്കളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ പലകനെ കുറിച്ച് കേട്ടോ പറഞ്ഞത്. ഇത് കണ്ടോ,
ഈ ഒരു വലിയ മൊണാസ്ട്രിയാണ്, വലിയ ഏകദേശം ഞാൻ പറഞ്ഞില്ല 100-800 പേര് താമസിച്ചുകൊണ്ടിരുന്ന മൊണാസ്ട്രിയാണ്. ഇതെന്തോ ഒരു മരമാണ്, പക്ഷേ ഇതിൻ്റെ കായ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ പൊട്ടി വിടർന്ന് ഇങ്ങനെ താമരപ്പ് പോലെ വിടർന്ന് നിൽക്കുന്നു, രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു കുരുക്കളും, നമ്മുടെ ഈ മഞ്ചാടിക്കുരു പോലെ ഉണ്ടാവില്ല, അതുപോലത്തെ കുറേ കുരുക്കളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് കണ്ടോ, ആ താഴെ കാണുന്ന ആ ഒരു എൻട്രൻസ്, ആ കുഞ്ഞൊരു വാതിൽ കണ്ടോ, ആ വാതിലേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു ബിൽഡിങ്ങിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ, അത്ര വലിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അതിനുള്ളിൽ കയറാം, ബിൽഡിംഗ് അല്ല, മൊണാസ്ട്രി. അപ്പോൾ അത് നമ്മൾ വഴി മാറി നടക്കണം, കാരണം ഒരു പിന്നെ എന്താ പറയുക, സൈക്കിളുകാരനതിൽ വരുന്നുണ്ട്. അത് പുള്ളീൻ്റെ വഴിയാണ്, നമ്മുടെ വഴി ഇപ്പറയുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ കൂടെ നടക്കണം. അപ്പോൾ മൊണാസ്ട്രീൻ്റെ പുറം പിക്ചർ ഒന്ന് എടുത്തേക്കാം കേട്ടോ. കാരണം എനിക്കൊന്ന് ഈ മറ്റേ ബാഹുബലി എന്താ പറയുക, ആ ഒരു കോട്ടയുണ്ടല്ലോ, അത്രയൊക്കെ വലിപ്പമുണ്ട് ഈ കോട്ടയ്ക്ക്. കോട്ട സത്യം പറഞ്ഞാൽ കോട്ട പോലെ ഉണ്ട്. ഇതുണ്ടോ, വലിയൊരു കോട്ട. അതിൻ്റെ ഉള്ളിലൊരു ഗോപുരം, അതിൻ്റെ ഉള്ളിൽ നടുഭാഗത്തായിട്ട് ഗോപുരം, നമ്മൾ കയറി കണ്ടായിരുന്നല്ലോ ആ ഗോപുരം. വലിയൊരു മൊണാസ്ട്രി, പക്ഷേ നൈസായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വലിയ കോട്ട പണിത് വെച്ചത് അല്ലേ.